ഇനി പറയുന്ന 10 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ ആരോഗ്യം കഷ്ടത്തിലാണെന്നുള്ളത് മനസ്സിലാക്കിക്കോളുക. നമുക്കറിയാം തൊണ്ടയിൽ മുഴയുള്ളത് മാത്രമല്ല തൈറോയിഡ്, അതല്ലാതെയും തൈറോയിഡിൻ്റെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടെങ്കിൽ വേറെയും കുറേ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് നമുക്കറിയാൻ പറ്റും. ഞാൻ ഡോക്ടർ ജിഷ്മ, ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ, വണ്ടൂർ. തൈറോയ്ഡ് രോഗങ്ങളെ എത്ര എളുപ്പം കണ്ടെത്താൻ പറ്റുമോ അത്ര പെട്ടെന്ന് നമുക്ക് ചികിത്സ തേടുകയും അത് പെട്ടെന്ന് പരിഹരിക്കാനും പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 10 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് തൈറോയ്ഡ് തന്നെ ആവണം എന്നല്ല, പക്ഷെ തൈറോയ്ഡ് ആവാനുള്ളൊരു ചാൻസ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഡോക്ടറെ സമീപിക്കുകയും ആൾ പറയുന്ന കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്തെ ലക്ഷണം ക്ഷീണമാണ്. ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രി ഒരു 8-10 മണിക്കൂർ ഉറങ്ങിയാലും രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണം, ഒരു മടി പിടിച്ച അവസ്ഥ, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊരു ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ കുറവുള്ള കണ്ടീഷനാണ് സൂചിപ്പിക്കുന്നുണ്ടാവുക. പിന്നെ അതല്ല, ഒരു എപ്പോഴും രാവിലെയൊക്കെ ഭയങ്കര ഹൈപ്പറായിട്ട് അത്യാവശ്യം ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുകയും എന്നാൽ രാത്രി ഉറങ്ങാൻ പറ്റാതെ ഇരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ചിലപ്പോൾ അത് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളാവാം. അതാണ് ഒന്നാമത്തെ കാര്യം, ക്ഷീണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വെയിറ്റിൽ വരുന്ന ചേഞ്ചസ്, അതായത് ഭാര വ്യത്യാസങ്ങൾ. അതായത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ പച്ചവെള്ളം കുടിച്ചാലും തടിക്കുക, എത്ര വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടും വെയിറ്റ് കുറയാതെ വരിക, എപ്പോഴും ഉള്ള വെയിറ്റ് തന്നെ അല്ലെങ്കിൽ വെയിറ്റ് കൂടിക്കൂടി വരിക എന്നുള്ള കണ്ടീഷനാണെങ്കിൽ അത് ചിലപ്പോൾ അത് ഹൈപ്പോ തൈറോയിഡിസം കാരണമാവാം. അതല്ല, നേരെ മറിച്ച് എന്ത് തന്നെ കഴിച്ചിട്ടും വെയിറ്റ് വെക്കുന്നില്ല, അങ്ങനത്തെ കണ്ടീഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കാരണം കൊണ്ടും ആവാം. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹൈപ്പോ തൈറോയിഡിസത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുകയും അതേസമയം മെറ്റബോളിസം കുറഞ്ഞു വരിക, തൈറോയ്ഡ് ഇല്ലാത്ത കാരണം മെറ്റബോളിസം മന്ദഗതിയിലാവുകയും അപ്പോൾ അതിനനുസരിച്ചിട്ട് ബോഡി മെറ്റബോളിസം നടക്കാത്ത കാരണം അവിടെ വെയിറ്റ് വെച്ചുകൊണ്ടിരിക്കും. അതേസമയം ഹൈപ്പർ തൈറോയിഡിസിൽ സംഭവിക്കുന്നത് കഴിക്കുന്ന ഭക്ഷണം മൊത്തം മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ പേഷ്യൻറ്റിന് വെയിറ്റ് വെക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വിഷാദം അല്ലെങ്കിൽ ഉത്കണ്ഠ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതായത് ആൻസൈറ്റി, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ. അതായത് എപ്പോഴും ഒരു ഡിപ്രഷൻ, നമ്മളിത് സൈക്കോളജിക്കൽ പ്രോബ്ലം, വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ ആണെന്നുള്ള രീതിക്ക് പോകുന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം കൊണ്ടാവാം ഈ വിഷാദം കാര്യങ്ങളൊക്കെ ഉള്ളത്. അതേസമയം ആൻസൈറ്റി അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് പോലെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാവും കാണിക്കുന്നുണ്ടാവുക. നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കൊളസ്ട്രോളിൻ്റെ ലെവലിൽ വരുന്ന ചേഞ്ചസ് ആണ്. കൊളസ്ട്രോളിൻ്റെ ലെവലിൽ ചേഞ്ചസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊളസ്ട്രോള് കുറഞ്ഞു വരികയും ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള LDH അതുപോലെ ട്രൈഗ്ലിസറൈഡും ബ്ലഡിൽ കൂടി വരികയും ചെയ്യുന്നത് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണമാവാം. കൊളസ്ട്രോൾ ലെവൽ മൊത്തത്തിൽ കുറഞ്ഞു പോകുന്നത് ചിലപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളും ആവാം. കുടുംബപരമായി അല്ലെങ്കിൽ പാരമ്പര്യമായി കൊളസ്ട്രോൾ ഇല്ലാത്തവരും എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ കൊളസ്ട്രോൾ ബ്ലഡിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിക്കപ്പോഴും തൈറോയിഡിൻ്റെ ആണെന്ന് അറിഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളും ചെയ്യുന്നത് നന്നാവും. ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ആർത്തവത്തിൽ വരുന്ന അല്ലെങ്കിൽ പീരീഡ്സിൽ വരുന്ന ചേഞ്ചസ്, അതല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വന്ധ്യതാ പ്രശ്നങ്ങൾ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പീരീഡ്സ് ആവുക, അല്ലെങ്കിൽ പീരീഡ്സ് തീരെ ആവാതൊക്കെ, കറക്റ്റ് ടൈമിന് പീരീഡ്സ് ആവാതിരിക്കുക, അങ്ങനെ പീരീഡ്സിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെയോ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെയോ ലക്ഷണങ്ങളിൽ വരുന്നതാണ്. അതല്ലാത്ത കാരണം കൊണ്ടും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം തൈറോയ്ഡ് ചെക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് ചെക്ക് ചെയ്ത് എന്താണെന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നത് നല്ലതാവും. ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് എപ്പോഴും വയറിന് മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകൾ, കുറേ കാലങ്ങളായിട്ട് തുടർന്ന് പോകുന്ന മലബന്ധം പോലുള്ള ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ മലബന്ധമാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും അത് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണമാവാം. അതല്ല, എപ്പോഴും വയറ്റിന്ന് പെട്ടെന്ന് ഡയറിയ പോലെ അല്ലെങ്കിൽ വയറിളകി പോവുക, അത് കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു ലക്ഷണവും കാണിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കാരണങ്ങളാവാം. ഇത് തികച്ചും തൈറോയ്ഡ് പ്രശ്നമാണ് എന്ന രീതിക്കല്ല പറയുന്നത്, അത് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉറപ്പാക്കാവുന്ന ഒരു കാര്യമാണ്. എട്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മുടി അല്ലെങ്കിൽ സ്കിന്നിൽ വരുന്ന ചേഞ്ചസ്. മുടി പെട്ടെന്ന് പൊട്ടിപ്പോവുക, പെട്ടെന്ന് ഡ്രൈ ആയ പോലെ ആവുക, സ്കിന്ന് പെട്ടെന്ന് കട്ടി വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളും. മുടി കൊഴിഞ്ഞ് നല്ല പോലെ മുടി കൊഴിച്ചിലുണ്ടാവുക, അതല്ലെങ്കിൽ സ്കിന്ന് പറ്റ സോഫ്റ്റനായി പോവുക,
പെട്ടെന്ന് മുറിവാകുന്ന രീതിയിലാവുക, അങ്ങനത്തെ ഒക്കെ ഉള്ളത് ചിലപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളാവാം. 9ാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് കഴുത്തിൽ എപ്പോഴും നീർക്കെട്ട് പോലെ, ശരീരത്തിൽ മൊത്തത്തിൽ എപ്പോഴും നീരുള്ള പോലെ, നീരുള്ള അസ്വസ്ഥ ഉണ്ടാവുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതും തൈറോയിഡിൽ വരുന്ന തൈറോയിഡ് ഹോർമോൺ കൂടിയതിൻ്റെയോ അല്ലെങ്കിൽ കുറഞ്ഞതിൻ്റെയോ ലക്ഷണമായിട്ട് കണ്ടുവരുന്നുണ്ട്. 10ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പേശി അല്ലെങ്കിൽ സന്ധികളിലെ വേദന. ഇത് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കൂട്ടത്തിലും ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ കൂട്ടത്തിലും കണ്ടുവരുന്നുണ്ട്. ഈ പറഞ്ഞ ലക്ഷണങ്ങളായിട്ട് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ കാണിച്ചതിന് ശേഷം ടെസ്റ്റ് എടുക്കുകയും എന്നിട്ട് എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം അതിനുള്ള ചികിത്സ സ്വീകരിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം പോലെ തന്നെ വേറെ തൈറോയിഡിന് വരാവുന്ന രോഗങ്ങളാണ് ഗോയിച്ചർ, തൈറോടോക്സിക്കോസിസ് അല്ലെങ്കിൽ തൈറോയിഡ് ക്യാൻസർ ഒക്കെ പോലുള്ള അസുഖങ്ങൾ. ഗോയിച്ചർ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു അസുഖമായിരിക്കും, തൊണ്ടയിൽ മുഴ പോലെ കാണുന്നത്. അത് ഹൈപ്പർ തൈറോയിഡിസം കാരണം കൊണ്ടോ ഹൈപ്പോ തൈറോയിഡിസം കാരണം കൊണ്ടോ വരാവുന്ന ഒരു രോഗാവസ്ഥയാണ്. പല കാരണങ്ങൾ കൊണ്ട് തൈറോയിഡ് ഗ്രന്ഥിക്ക് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ലെവലിൽ, തൈറോയിഡ് ഹോർമോൺസിൻ്റെ ലെവലിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതിന് കാരണങ്ങളായിട്ട് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള കണ്ടീഷൻസിൽ, അതായത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ ഉണ്ടാവാം. അതല്ലെങ്കിൽ അയഡിൻ അല്ലെങ്കിൽ സെലിനിയം പോലുള്ള അവശ്യ ഘടകങ്ങളുടെ അത് അധികം ഫുഡിലില്ലാത്തത് കാരണം ഉണ്ടാവാം. അതുപോലെ സ്ട്രെസ്സ് കാരണം, അതല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യമുള്ള പോഷകങ്ങളില്ലെങ്കിലൊക്കെ ഈ തൈറോയിഡിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വരാം. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അയഡിൻ അടങ്ങിയ, സിങ്ക് അടങ്ങിയ, അതുപോലെ വൈറ്റമിൻ B12 ഉള്ള, അയണൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതെല്ലാം തൈറോയിഡിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന പോഷകങ്ങളാണ്. അതേസമയം തന്നെ ഗോയിട്രോജനിക് ആയിട്ടുള്ള, അതായത് ഗോയിറ്റർ ഉണ്ടാക്കാൻ കാരണമായേക്കാവുന്ന കോളിഫ്ലവർ, ബ്രോക്കോളി, അതുപോലെ സോയ, അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ മിതമായിട്ട് മാത്രം, അതുപോലെ കപ്പ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിതമായിട്ട് മാത്രം ഉപയോഗിക്കുക. കപ്പ സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഗോയിറ്റർ പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പയും മീനും ഒരുമിച്ച് കഴിക്കുന്നത് അതിനൊരു പരിഹാര മാർഗമായിട്ട് പറയുന്നുണ്ട്. തൈറോയിഡിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.